നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ഇൻ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്താണ് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അത്യാവശ്യം ബുള്ളിഷ് സൈഡാണ്. ലാസ്റ്റ് വീഡിയോ നമ്മൾ പ്രോപ്പർലി പറഞ്ഞായിരുന്നു പ്രൈസ് പോയേക്കനെ 3 മൂവ്സിലാണ്. ഇത് 1, 2, 3 മൂവ്സിലാണ് പോയേക്കനെ. സോ മേ ബി ഇത് 3 മൂവ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 മൂവ്സിലായിട്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എ ആണ്. അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ കിട്ടും? ഓക്കെ, ഇത് എ ആണോ ബി ആണോ അതിൻ്റെ കൺഫർമേഷൻ എപ്പോഴും കിട്ടുക പ്രൈസ് സ്ലോ ആയിരിക്കും അങ്ങനെ. പിന്നെ പിന്നെ എന്താണ് പ്രൈസ് ഈ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമിലർ അല്ല. ഈ മാക്സിമം 50% ഉണ്ടാവണം. പക്ഷേ ഈ സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോൾ വന്നേക്കുന്നത് ഈ റീട്രേസ്മെൻറ്റ് 61.80% വരെയാണ്. ഓക്കെ, സോ അതാണ് ഒരു എപ്പോഴും നമുക്ക് പഠിക്കാനുള്ളത്. ചില കേസസ് നമുക്ക് ഫോർത്ത് വരാറുണ്ട്, ഫോർത്ത് വേവ് അങ്ങനെ വരും. ദാറ്റ് മീൻസ് 61.80% വരും. ബട്ട് ഈ കേസിലല്ല. റീസൺ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് പ്രൈസ് റീട്രേസ്മെൻറ്റ് തരുമ്പോഴത്തേക്ക് മാക്സിമം 50% ആ കേസിൽ മാക്സിമം. സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ 4 ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഫുള്ളി സ്ട്രക്ചർ. സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ABC സ്മോൾ ഓർ 1, 2, 3 സ്മോൾ. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഈ റീട്രേസ്മെൻ്റ് ആണ്. ഇതിനെ ഞാൻ B കൗണ്ട് ചെയ്യണു. B ആൻഡ് ദെൻ വീണ്ടും മുകളിലേക്ക് പോയി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു പ്രൈസ് ഇവിടെ വരെ വരണം. ഓക്കെ, ഇവിടെ 25,930 ആൻഡ് ദെൻ മുകളിലേക്ക് പോകും എക്സ്പെക്ട് ചെയ്യുക. ബട്ട് ഡയറക്റ്റ്ലി പ്രൈസ് മുകളിലേക്ക് പോയി. അതാണ് നമുക്ക് എപ്പോഴും നോക്കാനുള്ളത്. പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ നേരത്തെ ഇതേക്കുണ്ട്. ഇവിടുന്ന് 1 ഉണ്ടാക്കി പിന്നെ 3, 2 ആൻഡ് ദെൻ ആണ്. സോ അതാണ് എപ്പോഴും സ്ട്രക്ചർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ തേർഡ് അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ വെച്ചാൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്യും 1, 2, 3, 4, 5. സോ അത് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഞാൻ ഇത് ഒന്ന് കാണിച്ചു തരാം. ഇത് എ ആണ്. ഇവിടെ വരെ ഈ ഹൈ വരെ എ ആണ്. താഴേക്ക് വന്നത് ബി ആണ്. സോ നമ്മുടെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോപ്പർലി പ്രൈസ് 100% അബവ് ആണ് ക്ലോസിങ്. സോ മാക്സിമം ചാൻസസ് 27% ആൻഡ് 161.80% അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നല്ലൊരു ക്ലസ്റ്ററാണ് വന്നേക്കാനെ. സോ ഈ ക്ലസ്റ്റർ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ്. പ്രോപ്പർലി ഇതിൻ്റെ ലോ പിടിക്കാം ആൻഡ് ഹൈ പിടിക്കാം. ഓക്കെ, 161.80% വരുന്നത് എവിടെയാണ്? 26,285.90 ഈ ഏരിയയിലാണ് പ്രൈസ് നമ്മുടെ ഇവിടെ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, സോ അത് മെയിനാണ്. അതിൻ്റെ മുന്നേ വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇത് 26,017. ഓക്കെ, ഇതുണ്ട് ഒരു റെസിസ്റ്റൻസ്. ബട്ട് ഇവിടുന്ന് ഈ ഒരു ഫുൾ ലെഗ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് 81.20% ആണ്. സോ ഇവിടെ 2 റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ടൈപ്പ് ഓഫ് ക്ലസ്റ്ററാണ്. 81.20% എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഫുള്ള് വരുന്നു. ഇതിൻ്റെ ബൗൺസ് മാക്സിമം 81.20% വരാവുള്ളൂ. ഈ ഒരു ബൗൺസ് ഏത് സിനാരിയോയിൽ മോസ്റ്റ്ലി എങ്ങനെയാണ് 81. സോ ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. സോ ഈ ഒരു റേഷ്യോ ആണ് നമ്മുടെ 26,240. ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് ഉള്ളൂ ഓവറോൾ സ്ട്രക്ചറിൽ. ഓക്കെ, ഓവറോൾ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതുവരെ പ്രൈസ് കറക്ഷൻസിലാണെന്ന് പറയാം. ഓക്കെ, സോ പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താ വെച്ചാൽ പ്രൈസ് താഴേക്ക് വരണമല്ലോ. ഇവിടുന്ന് താഴേക്ക് വരാതെ പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, ഇത് കണ്ടോ പ്രൈസ് പോയേക്കണേ എങ്ങനെ 1, 2, 3, 4 ആൻഡ് ഇവിടെ 5 പിന്നെ സെക്കൻഡ് ഫോൾ ആൻഡ് തേർഡ്. സ്ട്രക്ചർ കൺഫ്യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയറിറ്റി ഇവിടെ കിട്ടും. സ്ട്രക്ചർ നമുക്ക് കൺഫ്യൂഷൻ തരും പ്രോപ്പർലി. അതിലൊരു ഡൗട്ടില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇവൻ്റ് ഉള്ള ദിവസം അങ്ങനെ തരും. ബട്ട് ക്ലിയറിറ്റി കിട്ടുന്നത് നമുക്ക് നമ്മുടെ എപ്പോഴും എടുക്കുന്നത് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടാണ്. ബട്ട് എടുക്കുന്നത് എന്താണ്? CP അല്ലേ. സോ അതിൻ്റെ ചാർട്ട് കൂടി നിങ്ങൾ നോക്കണം. അവിടെ നോക്കണം. സെയിം എക്സ്പയറിയിലല്ല, നെക്സ്റ്റ് എക്സ്പയറിയിൽ നോക്കുവാണെങ്കിൽ അപ്പം പിക്ചർ ക്ലിയർ ആകും. ശ്രദ്ധിക്കുക. എപ്പോഴും എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പഴയ വീഡിയോസിൽ. സോ ചെക്ക് ചെയ്യേണ്ടത്, ക്രോസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെയാണ്. അവിടെ ക്രോസ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർലി നിങ്ങൾക്ക് കൗണ്ടിങ് കിട്ടും. അവിടെ ശ്രദ്ധിക്കുക. സ്പോട്ടിൽ
മാനിപ്പുലേഷൻ ഉണ്ടാവാറുണ്ട്, സ്ട്രക്ചർ ക്ലിയർ ആവാറില്ല. അവിടെ നോക്കുകയാണെങ്കിൽ ആ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇനി മൺഡേത്തേക്ക് എന്താണ്? മൺഡേത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഈ ഒരു ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഗ്യാപ്പ് അപ്പ് ടു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നോക്കുന്നത് മുകളിൽ. സോ ഈ ഒരു റെസിസ്റ്റൻസ് ക്ലിയർ ചെയ്താൽ മാത്രമേ 26,045 ആണ് ആ ഒരു റെസിസ്റ്റൻസ് ഐ തിങ്ക് വരുന്നത്. സോ ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ 26,290 ആ ഒരു റേഷ്യോ നോക്കിയാൽ മതി. സോ ദാറ്റ് മീൻസ് ഇവിടെ ഓവറോൾ നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഫുൾ ഉണ്ടാ ഇവിടെ ഇത്, പിന്നെ മറ്റേത് 61.80%. സോ ടൈപ്പ് ഓഫ് ക്ലസ്റ്റർ ആണ് ഒരു ഏരിയയിൽ. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇതിൻ്റെ സോ പ്രൈസ് ABC ആയിട്ട് പോകുമ്പോൾ ഡാറ്റ് മീൻസ് പ്രൈസ് ഇമ്പൾസീവ് മൂലമല്ല, കറക്ഷനാണ് അത് കണ്ടത്. സോ ഇതാണ് 127%. ഇതുമാണ് ഇവിടെ, ഇതുമാണ് അവിടെ വരെ 288 വരെ പോകാൻ ചാൻസസ് കുറവാണ്. അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല അത് പ്ലേ ചെയ്യാൻ. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് 26,250 അബവ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ ബുള്ളിഷ്നെസ് ആണ്. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് ഫസ്റ്റ് മുകളിലേക്ക്, പിന്നെ അവിടെ നിന്ന് റിജക്ഷൻ എടുക്കാം. ഡയറക്റ്റ് റിജക്ഷൻ എടുക്കാൻ ചാൻസസ് കുറവാണ്. നേരെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് പിന്നെ താഴേക്ക് റിജക്ഷൻ വരികയാണെങ്കിൽ താഴേക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, താഴേക്ക് പ്ലേ ചെയ്യുക. ആ ഒരു സിനാരിയോയിൽ താഴേക്ക് പ്രൈസ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയില്ല, സസ്റ്റെയിൻ ഇല്ല, പിന്നെ താഴേക്ക് കൗണ്ട് ചെയ്തു 1 2 3 4 5. ആ ഒരു സമയത്ത് ടാർഗറ്റ്സ് നോക്കാനാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഡൗൺ ടാർഗറ്റ്സ് നമുക്ക് കിട്ടും. ആ ഒരു ഹൈ കിട്ടിക്കഴിഞ്ഞിട്ടേ ഇത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ഹൈ അടിച്ച് റിജക്ഷൻ വരാൻ തുടങ്ങി എന്നിട്ട് പിന്നെ താഴേക്ക് ടാർഗറ്റ്സ് നോക്കാവുള്ളൂ. അത്യാവശ്യം നല്ല ടാർഗറ്റ് പിന്നെ കിട്ടും. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണമെങ്കിൽ മാത്രമേ. സോ ഓവറോൾ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് തന്നെ കിട്ടുള്ളൂ. 26,250 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ഓവറോൾ ബുള്ളിഷ്നെസ്, ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ ഫുൾ സ്ട്രക്ചർ ഇൻ ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് ഇവിടുത്തെ റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുവാണെങ്കിൽ താഴേക്ക് തന്നെ ഡൗൺ സൈഡ് പ്ലേ ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, സ്ട്രക്ചർ ഇതിൻ്റെയും സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് ഐ തിങ്ക് ഇത് 1, ഇത് 2, ഇത് ഫുൾ 3, ഇത് 4 and 5. ദാറ്റ് മീൻസ് സിയിൽ 5th മൂവ് ലാസ്റ്റ് നമുക്ക് നോക്കാം. സോ മോസ്റ്റ്ലി ചാൻസസ് ഇവിടുന്ന് റിജക്ഷൻ താഴേക്ക് വരണം. ആ റിജക്ഷൻ താഴേക്ക് വരുമ്പോൾ അതാണ് നമുക്ക് പ്രോപ്പർലി ഒരു ക്ലാരിറ്റി തരും. ദാറ്റ് മീൻസ് പ്രൈസ് എങ്ങനെ, ആ റിജക്ഷൻ എങ്ങനെ വരണത്, ദാറ്റ് മീൻസ് പ്രൈസ് ഓവറോൾ ഡൗൺ സൈഡ് തന്നെയാണോ വരുന്നത് അല്ലെങ്കിൽ പിന്നെ റീട്രേസ്മെൻറ്റിൽ തിരിച്ച് മുകളിലേക്ക് കയറും. ഓക്കെ, പക്ഷേ ഐ തിങ്ക് അത്യാവശ്യം താഴേക്ക് തന്നെ വരണം പ്രൈസ്. ഓക്കെ, സോ മൺഡേത്തേക്ക് അങ്ങനെ പ്ലേ ചെയ്താൽ മതി. പിന്നെ ഇനി ബാനിഫ്റ്റി നോക്കാം. ബാനിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാനിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഡിസ്കഷൻ തന്നെ. ദാറ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് തന്നെ തിരിച്ച് കയറേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ട്, ഒരു നോ പ്രോബ്ലം. ഇനി ഇതിൻ്റെ ബില്ലോ മാത്രമേ വീക്ക് ആവുള്ളൂ. റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ളത്. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. മാർക്കറ്റ് സ്ട്രക്ചറിൽ റിജക്ഷൻ ആണ് ഓൾമോസ്റ്റ് കറക്ഷൻ വരുന്നു. കറക്ഷൻ്റെ റിജക്ഷനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എപ്പോഴും 2 ടൈപ്പ് നമുക്ക് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാ ക്ലസ്റ്റർ, ദാറ്റ് മീൻസ് 2 3 റെസിസ്റ്റൻസ് എവിടെ കറക്റ്റായിട്ട് കിട്ടുന്നത്, ആ റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് മേജർ റെസിസ്റ്റൻസ് ആയിട്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ 81.20% ആണ്. അത് എപ്പോഴും അഞ്ചാമത്തെ മൂവിയിൽ പ്രൈസ് 81.20% ടച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ പ്രൈസ് റിജക്ട് ചെയ്യാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. സോ നോക്കുക, 3rd മൂവിലാണോ പോകുന്നത്, 5th മൂവിലാണോ. ഈ സിനാരിയോയിൽ പ്രൈസ് 5th മൂവിലാണോ. ഓക്കെ, 5th മൂവിലാണോ, അത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ അപ്പോൾ ഇവിടെ ദാറ്റ് മീൻസ് ചാൻസസ് ഉണ്ട് പ്രൈസ് അവിടുത്തെ റിജക്ഷൻ എടുക്കുമ്പോൾ താഴേക്ക് പ്ലേ ചെയ്യുക. 1 2 3 ആയിട്ട് കൗണ്ട് ചെയ്യുക. മോസ്റ്റ്ലി 1 2 3 4 5 ആയിട്ട് ആണ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇനി ഇത് നമ്മൾ നോക്കിയത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തത് ഓവറോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് 81.20%. ഓക്കെ, അത് നോർമൽ ഫിബനാച്ചി വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി വെച്ചിട്ടാണ്. ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി. ഇത് ഞാൻ കൗണ്ട് ചെയ്തത് 3 മൂവ്സിലാണ്. 1 2 3 4 5. ഇത് 1 2 3 4 5 ആയിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത്.
ഓക്കെ, സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക 127%. എക്സാക്ട് അവിടെ തന്നെ ഡബിൾ ക്ലസ്റ്റർ, അതാണ് പറയുന്നത്, ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത്. സോ 970 ആൻഡ് 840. ഓക്കെ, ഇതിൻ്റെ ഈ രണ്ട് സിനാരിയോ, ഈ രണ്ട് റേഷ്യോസാണ് നമ്മൾ നല്ല ഒരു റെസിസ്റ്റൻസ് ആയി ഇതിൻ്റെ. സോ ഇവിടെ 920 കൂടി വരുന്നുണ്ട്. സോ എല്ലാം കൂടി റെസിസ്റ്റൻസ് സോണാണ്. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. സോ പ്രൈസ് ഇവിടുത്തെ റിജക്ഷൻ എടുത്തിട്ട് പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ താഴേക്ക് പ്ലേ ചെയ്യാം. ബട്ട് തിരിച്ച് മുകളിലേക്ക് പിന്നെ ഇത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൂ. ബട്ട് റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് അറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ABC സ്ട്രക്ചറായിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. സോ ഇവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻ എടുത്ത് താഴേക്ക് കൗണ്ട് തുടങ്ങി, അപ്പോൾ താഴേക്ക് തന്നെ പ്ലേ ചെയ്യാം. ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് എല്ലാവരും ഫസ്റ്റ് പഴയ വീഡിയോസ് കാണണം, അപ്പോൾ പിക്ചർ ക്ലിയർ ആവുള്ളൂ. ലേണിംഗ് വീഡിയോസ് നമ്മുടെ ചാനലാണ്. ഇതാണ് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. ഈ ചാനലിനോട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹോം, വീഡിയോസ്, ഷോർട്സ് ആൻഡ് പ്ലേലിസ്റ്റിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ താഴത്തെ ഫോൾഡറാണ് ലേണിംഗ് വീഡിയോസിൽ ഇവിടെ ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എലിയറ്റ് വെയ്റ്റ് ബേസ്ഡ് ഇതാണ് ഫസ്റ്റ് വീഡിയോ. ഇവിടുന്ന് ഇത് ഡയഗണൽ ആൻഡ് അത് തന്നെ ബേസ്ഡ് ആണ്. ബട്ട് നോർമലി എലിയറ്റ് വേവ് തിയറി 1 2 3 4 5 ഇമ്പൾസീവ്, അതാണ് ഇവിടുന്ന് ബ്ലാക്ക്. ഈ ഒരു ഇത് എലിയറ്റ് വേവ് മൂവ്സ് ആൻഡ് കൗണ്ടിങ്. സോ ഇത് 1 2 3 മസ്റ്റാണ്, മസ്റ്റാണ് ഇത് പഠിക്കേണ്ടത്. ആൻഡ് ബേസിക്കാണ് എലിയറ്റ് വേവ് തിയറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു വീക്കെൻഡിൽ എല്ലാവരും കൂടി അത് മസ്റ്റായിട്ട് കാണണം. ഈ ഒരു വീഡിയോസ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടാൽ ക്ലിയർ ആവത്തില്ല. പ്യൂർ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടഫായിരിക്കും, ഈസി തലയിൽ കയറത്തില്ല. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ഈസി ആണെങ്കിൽ എല്ലാവർക്കും പഠിക്കാനായിരുന്നു. എന്ന് വെച്ചാൽ എലിയറ്റ് വേവ് തിയറി ടഫാണ്, ടൈം എടുക്കും, റിസൾട്ട് കിട്ടും. പക്ഷേ അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ. സോ ക്ലിയർ ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് പ്രൈസ് ശരിക്കും ഇങ്ങനെ മൂവ് ചെയ്യാറുണ്ട്. അപ്കമിങ് ടൈമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നടക്കുന്നു, മാർക്കറ്റിൽ പിൻ പോയിൻറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് പിൻ പോയിൻറ്റ് മാർക്കറ്റിൻ്റെ ഓരോരോ സ്ട്രക്ചർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ടോട്ടലി ഫ്രീ ആണ്. ഒരു വാട്സപ്പ് ചാനൽ, പ്രീമിയം ചാനൽ ഒന്നുമില്ല, ഒരു ടെലിഗ്രാം ചാനൽ പോലെ എനിക്കില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ ഇവിടെ മാത്രമേ പറ്റുള്ളൂ, ഇത്രയ്ക്ക് നേരമേ ഉള്ളൂ. സോ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഇവിടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇവിടുന്ന് എത്ര വേണമെങ്കിൽ നോളജ് എല്ലാവരും എടുത്തോളൂ. ഓക്കെ, ലേണിംഗ് സെഷനാണ്, എന്ന് വെച്ചാൽ വീക്കെൻഡാണ്. ലേണിംഗ് സെഷൻ ഓൾവേസ് ഉണ്ടാവാറുണ്ട്. ഇന്നൊരു നമുക്കൊരു ലേണിംഗ് തീർച്ചയായിട്ടും തരാറുണ്ട്. ലേണിംഗ് തരാം. ഫസ്റ്റ് 1 2 3 4 and 5 മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ പോകാറുള്ളൂ. ഓക്കെ, എപ്പോഴും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ 1 2 3 4 5 ഇമ്പൾസീവ് മൂവ് അങ്ങനെ പോകാറുള്ളൂ. അത് എല്ലാവർക്കും നോർമലി മീൻസ് കുറച്ച് നാളായിട്ട് എൻ്റെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പറയാം ഇങ്ങനെയാണ്. സോ ഇനി മാർക്കറ്റ് ഓൾമോസ്റ്റ് ടോപ്പായി, ഗ്യാരൻറ്റഡ് അല്ല, ഓൾമോസ്റ്റ് ടോപ്പായി എന്ന് പറയാനാണെങ്കിൽ താഴേക്ക് വരുന്നത് എങ്ങനെ, A B and C ഇങ്ങനെയാണല്ലോ താഴേക്ക് വരുന്നത്. സോ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് തരുന്ന ഒരു ഏരിയ ആണ് ഫസ്റ്റ് ഈ ഒരു 1 and 2 ബിഹേവിയർ. ഫസ്റ്റ് വേവ് ആൻഡ് 2, ഫസ്റ്റ് വേവ് ആണ് മോസ്റ്റ്ലി നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് വേവ് ആൻഡ് 2 ബിഹേവിയർ ഇത് എങ്ങനെയാണ് പോയേക്കന്നെ, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ബിഹേവിയർ. ഈ ഒരു ബോട്ടത്തിൻ്റെ ബിഹേവിയർ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ടോപ്പ് ഔട്ടിൻ്റെ അവിടെ ഉണ്ടാകും. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഈ നേച്ചർ ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ 1 and 2 മുകളിൽ നിന്ന് A and B ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ മാർക്കറ്റ്, ദാറ്റ് മീൻസ് ആ ഒരു അത് ടോപ്പ് ഔട്ടായി എന്ന് പറഞ്ഞാൽ ഈ വേവ് തീർന്ന്, ഈ ഒരു ട്രെൻഡ് തീർന്ന് താഴേക്ക് ട്രെൻഡ് വരുന്നുണ്ട്. ഇത് ഈസി പിടികിട്ടത്തില്ല, ജസ്റ്റ് ഒരു നോളജാണ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. അപ്കമിങ് ടൈമിൽ ഇതൊക്കെ നമുക്ക് ഫുള്ളി ഡിസ്കസ് ചെയ്യാം അപ്കമിങ് ടൈമിൽ. ബട്ട് ലേണിംഗ് സെഷനാണ്. സാറ്റർഡേയ്സ് വീക്കെൻഡിൽ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. സോ ഇത് ന്യൂ സബ്സ്ക്രൈബേഴ്സ്ക്ക് തലയിൽ ഒന്നും കയറത്തില്ല, ടൈം എടുക്കും. പ്ലസ് മസ്റ്റായിട്ട് എല്ലാവരും പഴയ വീഡിയോ കാണണം, അപ്പോഴേ അത് എന്തെങ്കിലും പിക്ചർ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ കുറച്ച് നാൾ നിങ്ങൾ നോക്കും, അത് കഴിഞ്ഞ് വേണ്ടാന്ന് വെക്കും. അതാണ്. സോ എലിയറ്റ് വേവ് തിയറി മസ്റ്റാണ്, എല്ലാവരും പഠിക്കുക. എൻ്റെ ചാനലല്ല, പല ചാനൽ, ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, ബുക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അവിടെ നിന്ന് കിട്ടും, യൂട്യൂബ്സിന് കിട്ടും, ഡിഫറെൻറ്റ് ചാനൽസിൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്ന് എല്ലാവരും കൂടി പഠിക്കാം മസ്റ്റായിട്ട് എലിയറ്റ് വേവ് തിയറി. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാകും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കുക ഒന്നുകൂടി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ് ഓക്കെ, ഇവിടെ ബോട്ടം ഔട്ടായി,
പ്രൈസ് ഇതിൻ്റെ ബിഹേവിയർ 1 2 3 4 ആയിട്ട് പോയി, ഇതിൻ്റെ ഈ ബിഹേവിയർ ആൻഡ് ഇതിൻ്റെ ഒരു ഏത് താഴേക്ക് വരുന്ന ഫോളുണ്ട് ABC കറക്ഷൻ്റെ ബിഹേവിയർ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം, ഫോൾ വൈസും ടൈം വൈസും ആൻഡ് ബൗൺസ് വൈസ് ഓവറോൾ സിമിലർ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് പ്രൈസ് കറക്ഷനിലാണ്, ഡിഗ്രിയുടെ ആ ഫോളിലാണ് വരുന്നത്, ഡിഗ്രി ഫോൾ പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ട്രെൻഡ് ഇവിടെ തീർന്നു ആൻഡ് താഴേക്ക് വരുന്ന ട്രെൻഡ്. ജസ്റ്റ് ഒരു നോളജ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്കമിങ് ടൈമിൽ അതൊക്കെ ഫുൾ ഡിസ്കഷൻ നമുക്ക് ഇതിൻ്റെ ചെയ്യാം. ഓക്കെ, ടൈം എടുക്കും. അതെല്ലാം കൂടി ഓവറോൾ എൻ്റെ ഒത്തിരി ഫോളോവേഴ്സ്, പഴയ ഒരു ഫോളോവേഴ്സ് ഉണ്ട്, അവർക്കൊരു ഞാൻ എപ്പോഴും കൊടുക്കാറുള്ള നോളജ്, അതുകൊണ്ടാണിത്. ചിലർ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വേഗം സെൻസെക്സ് അനാലിസിസ് കിടക്കാം. നിഫ്റ്റിയിൽ പോലെ തന്നെ ഇനി ഇതിനകത്തൊന്ന് പറയാം, ഫോർത്തിൻ്റെ ലോ എപ്പോഴും സപ്പോർട്ടായിരിക്കുള്ളൂ. ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ബ്രേക്ക് ചെയ്താൽ ഡെറ്റ് മീൻസ് വീക്ക്നെസ് സൈനാണ്. ഓക്കെ, അത് ഗ്രീൻ മാർക്ക് ചെയ്യുക. ആൻഡ് ഫുൾ റീട്രേസ്മെൻറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ വെച്ചോളൂ. ഇതിൻ്റെ നെക്സ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് 81 പോയിൻറ്റ്. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് റിവ്യൂ ചെയ്യാനുള്ളതാണ് എല്ലാം. ഓക്കെ, സിങ്ക് ആവുന്നുണ്ട് പെർഫെക്റ്റ്. ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ഇതിൻ്റെ അബവ് മാത്രമേ ഞാൻ ഇനി ബുള്ളിഷ് ഉള്ളൂ. നമ്മുടെ ഈ സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും എല്ലാത്തിനും അങ്ങനെ തന്നെ. ഇതിൻ്റെ അബവ് മാത്രമേ ഇനി നമുക്ക് ഇനി ഡിസ്കഷൻ ബുള്ളിഷ് സൈഡിലേക്ക് ഡിസ്കഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഇതിൻ്റെ റെസിസ്റ്റൻസ്, ബാക്കി സപ്പോർട്ട് ഇതെല്ലാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് റെസിസ്റ്റൻസിലാണ്. ഇതിൻ്റെ ഈ റെസിസ്റ്റൻസ് ഇതിൻ്റെ അഭാവമുള്ളൂ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ച് വരികയാണെങ്കിൽ ഡൗൺ സൈഡ് നമുക്ക് ഈസി പ്ലേ ചെയ്യാം. ഐ തിങ്ക് ഇത് ABC ആയിട്ട് ഇത് തന്നെ ഇത് സിംഗിൾ മൂവാണ്. ഇത് കണ്ട സിംഗിൾ ഒറ്റയടിക്ക് റീട്രേസ്മെൻറ്റ് ഇല്ലാതെ ഒറ്റയടിക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? A ആണ്. സിംഗിൾ ഏത് ബിഹേവിയർ ഡിഫറെൻറ്റ് ടൈപ്പാണ്. അത് സിംഗിൾ മൂവ് പോകാം, 3 മൂവ്സിൽ പോകാം, 5 മൂവ്സിൽ പോകാം. സ്റ്റാർട്ടിങ്ങിൽ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, ചോദിക്കുക, നോ പ്രോബ്ലം. ബട്ട് ഇത് പിക്ചർ പിന്നെ ക്ലിയർ ആവുള്ളൂ. നമ്മൾ കുറച്ച് നാൾ ഫോളോ ചെയ്തുകൊണ്ടിട്ടുണ്ടല്ലോ, അപ്പോഴേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓ, ഇതായിരുന്നു അത്. ഈസി പിടികിട്ടത്തില്ല. ഈസി ആണെങ്കിൽ പണ്ടേ എല്ലാവരും കോടീശ്വരനായെന്ന്. സോ എല്ലാവർക്കും കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. ഇപ്പോൾ ഇത് സിംഗിൾ മൂവ് താഴേക്ക് വന്ന് കണ്ടോ, 1 2 3 4 5. ഇതിനേക്കാളും കൂടുതൽ സമയം ഇത് എടുക്കുന്നത്. ദാറ്റ് മീൻസ് അത് B ആണ്. ശ്രദ്ധിക്കുക, അതാണ്. സോ മുകളിലേക്ക് പോകുന്നത് ഇപ്പോൾ C ആയിട്ടാണ്. സിയിൽ എത്ര മൂവ്സ് ഉണ്ട്? ഇതാണ് ബോട്ടം. 1 2 3 4 ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. ദാറ്റ് മീൻസ് നിയർ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എങ്ങനെ എടുക്കുക? ABC സ്ട്രക്ചറിൻ്റെ കറക്ഷൻസ് റെസിസ്റ്റൻസ് എപ്പോഴും ഇതിങ്ങനെ, അത് 61.80% തന്നെയാണ് പ്രൈസ് പോകാറുണ്ട് യൂഷ്വലി. ഓക്കെ, സോ 2 റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ അവിടെ വരുന്നത്. ഏത് 127% ആൻഡ് ചാൻസസ് ഉണ്ട് 161.80% കൂടി ടച്ച് ചെയ്യാനാണ്. ഓക്കെ, അതും മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ 161.80% മാക്സിമം. അത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക്സ് സോ മച്ച്.